അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാപ്റ്റർ നമ്പർ 16, അതായത് സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ചാപ്റ്ററൊക്കെ തീരാനായി. എക്സാം ഉണ്ടെന്നുള്ള ഒരു വാർത്തകൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓഗസ്റ്റിലാവുമ്പോൾ എക്സാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആളുകളൊക്കെ ഫോക്കസ് ഏരിയ വന്നെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടല്ലോ വാട്സപ്പിലൊക്കെ. അപ്പം ആ ഒരു പോർഷൻ തന്നെയാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളതെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തിട്ട് കംപ്ലീറ്റ് ആക്കുക. കാരണം മിക്കവാറും അത് തന്നെയാണ് നമ്മളെ മെയിൻ എക്സാമിനും, മിക്കവാറും നല്ല ഏകദേശം അതൊരു ഉറപ്പന്നായിട്ടുണ്ട് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ടൈമും അത്ര തന്നെ ഉള്ളൂ. ജൂണിൽ നമ്മൾ +2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് വേഗം കംപ്ലീറ്റ് ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഫോക്കസ് ഏരിയ ആണ് എടുക്കുന്നത് ഇനിയുള്ള ചാപ്റ്ററിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വിടുന്നുണ്ട് ഓരോ ചാപ്റ്ററിലെയും, അതായത് പൊളിറ്റിക്കൽ സയൻസിലെ ഫോക്കസ് ഏരിയകൾ, ഓരോ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയകൾ വിടുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എല്ലാ ഭാഗങ്ങളും ആവശ്യമില്ല. അപ്പോൾ ഒക്കെ വായിച്ചിട്ട് സമയം കളയേണ്ട. ആ ഉള്ള പോർഷൻസ്, അതായത് ഓരോ ചാപ്റ്ററിലും ചില പോർഷൻസേ ഉള്ളൂ. ആ പോർഷൻസ് നിങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് എന്നുള്ള ചാപ്റ്ററിൽ ഇപ്പോൾ ഇവിടെ ഇതിലെല്ലാ ടോപ്പിക്കും ഇല്ല. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ വേ ഓഫ് അറ്റൈനിങ് സിറ്റിസൺഷിപ്പ്, യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, ഈ 4 ടോപ്പിക്കുകളെ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ്, ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ക്ലാസ് എടുക്കുന്നുള്ളൂ. അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എക്സാം സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഗവൺമെൻറ് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് തുടങ്ങിക്കോളൂ. ടൈം അത്രയേ ഉള്ളൂ. അതായത് ഓണം വെക്കേഷന് മുമ്പായിട്ട് എക്സാം നടത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. എല്ലാ ചാപ്റ്ററും ഫോക്കസ് ഏരിയയിൽ അല്ല, നമ്മളിപ്പോൾ ഫോക്കസ് ഏരിയ നോക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും അതിലുണ്ട്. പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിലും കുറച്ച് ഭാഗങ്ങളെ പഠിക്കാനുള്ളൂ. അതൊരു നമുക്കൊരു ഫേവറായിട്ടുള്ള കാര്യമാണ്. കാരണം ഫസ്റ്റ് പാർട്ടിലൊക്കെ കുറേ ഭാഗങ്ങളുണ്ട്, കുറേ പഠിക്കാനുണ്ടല്ലോ ഓരോ ചാപ്റ്ററിലും. അപ്പോൾ അത് മൊത്തമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇതിലെന്താ പറഞ്ഞത്? സിറ്റിസൺഷിപ്പ് അല്ലേ? നമുക്കറിയാം, സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പൗരത്വം. നമ്മളിപ്പം കുറേ കേട്ട് പരിചയമുള്ള, നമുക്ക് ഫെമിലിയർ ആയൊരു വേർഡാണ് സിറ്റിസൺഷിപ്പ്. ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടെയാണ് സിറ്റിസൺഷിപ്പ്. ഓക്കെ. അപ്പോൾ ആദ്യം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്താണ്, നമ്മളെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സിറ്റിസൺഷിപ്പ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഓഫ് ദ സിറ്റിസൺ ഇൻ എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താ പറഞ്ഞത്? സിറ്റിസൺഷിപ്പ് ഹാസ് ബീൻ ഡിഫൈൻഡ് എന്താണ്? ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഓഫ് എ സിറ്റിസൺ ഇൻ എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ എ പെർട്ടിക്കുലർ കൺട്രി. ഒരു പ്രത്യേക രാജ്യത്ത് അല്ലെങ്കിൽ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ആ ഒരു കൺസെപ്റ്റിനെ, അതായത് അവിടുത്തെ ലീഗലായിട്ടും അല്ലാതെയുമുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന, പരിഗണിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുക എന്നുള്ളത് അല്ലേ? രണ്ടാമത്തെ പോയിൻ്റ്, സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്ററിൽ, അതായത് അതിൽ സെക്കൻഡ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററാണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ. ആൻഡ് തേർഡ് പോയിൻറ്റ്, ഫ്രം ആർട്ടിക്കിൾ 5 to 11 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച്
എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5 to 11. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് എന്തിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ഓർത്ത് വെക്കണം. എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? വേ ഓഫ് അറ്റൈനിങ് സിറ്റിസൺഷിപ്പ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ ലഭിക്കുക അല്ലേ? പല മാർഗത്തിലൂടെ ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തെ പൗരത്വം ലഭിക്കാൻ പോസിബിളുണ്ട്. ആ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അല്ല, ലോകത്തെ ഏതൊരു രാജ്യത്തെയും. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്, അതായത് ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള പ്രൊസീജിയേഴ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് അതിന് ശേഷം വരുന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്, അതുപോലെ അതിൻ്റെ ശേഷം അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ അറ്റൈനിങ് ഓഫ് സിറ്റിസൺഷിപ്പ്, ആ ഒരു ഭാഗം മാത്രം. അതായത് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ്, അതായത് പൗരത്വം ലഭിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ടെക്സ്റ്റ് ബുക്കും നോക്കിക്കാണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള വേർഡിങ് മാത്രമല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇതിലുള്ള വരികൾ മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കരുത്. ടെക്സ്റ്റ് ബുക്ക് നോക്കണം. കാര്യങ്ങൾ ഒരുപോലെ തന്നെയാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിലൊന്ന് ഷോർട്ടാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഇത് വേണമെങ്കിൽ പ്രിഫർ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ ഇതിലുള്ള സെൻറ്റൻസ് അല്ലല്ലോ എന്ന് വെച്ച് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 243 ഈ അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്നുള്ള ടോപ്പിക്ക് വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്, അതായത് പാർലമെൻറ്റ് ഇൻ എക്സസൈസ് ഓഫ് പവർ കൺഫേർഡ് ഓൺ ഇറ്റ്സ് ആർട്ടിക്കിൾ 11 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പാസ്ഡ് ദ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഇൻ 1955. 1955 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്തത്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് കൊണ്ടുവന്നത് എന്നാണ്? 1955. ആ 1955 ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക്, അതായത് ഇന്ത്യൻ പൗരനാകാൻ വേണ്ട കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം രൂപത്തിലൂടെ ഏതെല്ലാം പ്രൊസീജിയറിലൂടെ ഇന്ത്യൻ പൗരത്വം നേടാം, അതാണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തേത് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. അപ്പോൾ ഒന്നാമത്തേത് ചിലപ്പം എസ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റുമാണ് ഈ ചാപ്റ്ററിൽ കേട്ടോ. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, അതായത് ബർത്തിലൂടെ സിറ്റിസൺഷിപ്പ് അറ്റൈൻ ചെയ്യുക. എ ചൈൽഡ് ബോൺ ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓൺ ആഫ്റ്റർ 26th January 1950 ഷാൾ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അല്ലേ? ഒരു ചൈൽഡ് ബോൺ ചെയ്യണം. ഏത്? ഓൺ ഓർ ആഫ്റ്റർ 26th January 1950. 1950 ജനുവരി 26 അതിന് ശേഷമോ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആ ബർത്ത് എന്ന ആ ഒരു ഇതിലൂടെ പ്രൊസീജിയറിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. ജനുവരി 26, 1950 ഒക്കെ നമുക്കറിയാം റിപ്പബ്ലിക്, അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ റിപ്പബ്ലിക് നിലവിൽ വന്ന ആ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു വർഷത്തിലോ ആ ഒരു ഡേറ്റിലോ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. അതാണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്. സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ് അല്ലെങ്കിൽ ഹെറിഡിറ്റി നോക്കാം. എ പേഴ്സൺ ഹു വാസ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ഓൺ ഓർ ആഫ്റ്റർ 26th January 1950 shall be citizen of India by descent if his father was a citizen of India at the time of his birth.
അതായത് 1950 ജാനുവരി 26 എന്ത് ചെയ്ത് ജനുവരി 26 എന്ത് ചെയ്യുന്നുണ്ട്, ജനുവരി 26 അതിന് ശേഷമോ ജനിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്ത് വേറൊരു രാജ്യത്ത് ആണ് ആ വ്യക്തി ജനിച്ചത്. പക്ഷേ എന്താണ്, ഇഫ് ഹിസ് ഫാദർ വാസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ബർത്ത്, അപ്പോൾ ആ ടൈമിൽ എന്താണ് ആ വ്യക്തി എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാദർ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഫാദർ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫാദർ എന്താണ് ഇന്ത്യൻ പൗരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം കിട്ടും. ഇപ്പോൾ നമുക്കറിയാം, ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ പല ആളുകളും ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടാകും. ഗൾഫ് കൺട്രീസിൽ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇപ്പം കുറേ ബർത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ ഒറിജിനലി അവർ ഹെറിഡിറ്റി കൊണ്ട് അവർ അവരുടെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്. അവർ ജോലി ആവശ്യത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലായിരിക്കും സെറ്റിലായിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ ആ ഇന്ത്യൻ പൗരനായിരിക്കും, കാരണം മാതാപിതാക്കൾ ഇന്ത്യൻ പൗരനായതുകൊണ്ട്, അല്ലേ? അപ്പോൾ അതാണ് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻഡ് അല്ലെങ്കിൽ ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യം എന്നവിടെ ഉദ്ദേശം മാതാപിതാക്കൾ ഇന്ത്യൻ പൗരനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും വേറൊരു പ്രൊസീജിയർ കൂടാതെ അവർക്ക് ഇന്ത്യൻ പൗരത്വം അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തേത് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ അതാണ് മൂന്നാമത്തെ ഇന്ത്യൻ പൗരത്വം, അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനുള്ള മൂന്നാമത്തെ പ്രൊസീജിയറാണ് ബൈ രജിസ്ട്രേഷൻ. എ പേഴ്സൺ ക്യാൻ അക്വയർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ ഫോർ ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ്. അപ്പോൾ രജിസ്ട്രേഷൻ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകാൻ പറ്റും. അത് ആർക്കൊക്കെ രജിസ്ട്രേഷൻ മുഖേന ആകാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 കാറ്റഗറി വിഭാഗത്തിനാണ് അതിന് പോസിബിൾ ആവുക. അതിൽ ഫസ്റ്റ് കാറ്റഗറി, എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആൻഡ് റിസൈഡിങ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 5 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതായത് ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാവാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു, ത്രൂ രജിസ്ട്രേഷൻ മുഖേന ഇന്ത്യൻ പൗരത്വം നേടാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അതിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള 5 വർഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിൽ ഒരു സ്ഥിര താമസക്കാരനായി തുടർന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രജിസ്ട്രേഷൻ മുഖേന അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഞാനിപ്പോൾ ഇന്ത്യൻ പൗരയല്ല എങ്കിൽ എനിക്ക് ഇന്ത്യൻ പൗരത്വ രജിസ്ട്രേഷനിലൂടെ ലഭിക്കാൻ ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 years ഞാൻ ഇന്ത്യയിൽ താമസിച്ചു, സ്വാഭാവികമായിട്ടും എനിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. അതാണ് അവിടെ പറഞ്ഞത്, അത് രജിസ്ട്രേഷനിലൂടെ കിട്ടും. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ഹാസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഔട്ട്സൈഡ് ദ അൺഡിവൈഡഡ് ഇന്ത്യ. അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു ആർ ഓർഡിനറിലി റെസിഡൻറ്റ് ഔട്ട്സൈഡ് ദ അൺഡിവൈഡഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ ഒറിജിനാണ്, അതായത് വിഭജനത്തിൻ്റെ മുമ്പ്, അതായത് ഇപ്പോൾ അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഭജനത്തിൻ്റെ മുമ്പുള്ള ഇന്ത്യ. അപ്പോൾ ആ ഒരു സമയത്ത് ജനിച്ച ഒരാൾ, അപ്പോൾ അത് ചിലപ്പം പാകിസ്ഥാനിലായിരിക്കും ആ പ്രദേശം, അപ്പം വിഭജനത്തിന് ശേഷം ആയിട്ടുണ്ടാവുക. അപ്പം ഒറിജിനലി ശരിക്കും എവിടെയായിരുന്നു? അൺഡിവൈഡഡ് ഇന്ത്യയിലായിരുന്നു. പക്ഷേ പിന്നെ ഇന്ത്യ ഡിവൈഡ് ചെയ്ത സമയത്ത് ചിലപ്പം പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ആ ഒരു രൂപത്തിലൊക്കെ മാറി. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾക്കും രജിസ്ട്രേഷൻ മുഖേന എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നാണ് പറഞ്ഞത്. ഒറിജിനലി റെസിഡൻറ്റ് ഔട്ട്സൈഡ് ദ അൺഡിവൈഡഡ് ഇന്ത്യ. ഓക്കെ, അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് അവരുടെ പൂർവികന്മാർ അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രജിസ്ട്രേഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. നെക്സ്റ്റ്, വൈഫ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, അല്ലേ? ഒരു ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ
ഭാര്യയാണെന്നുണ്ടെങ്കിൽ വൈഫാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. 3 പ്രൊസീജിയേഴ്സിലൂടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. ഇനി 4th മെത്തേഡ് ഓഫ് അക്വയറിങ് സിറ്റിസൺഷിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ എന്ന പ്രൊസീജിയറിലൂടെ എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യും. അതായത് എനി പേഴ്സൺ ഓഫ് ഫുൾ ഏജ് മേ ബിക്കെയിം ഇന്ത്യൻ സിറ്റിസൺ ബൈ നാച്ചുറലൈസേഷൻ ഇഫ് ഹി ഫുൾഫിൽ സർട്ടൻ കണ്ടീഷൻസ്. അല്ലേ? എനി പേഴ്സൺ ഓഫ് ഫുൾ ഏജ് മേ ബിക്കെയിം ഇന്ത്യൻ സിറ്റിസൺ ബൈ നാച്ചുറലൈസേഷൻ. അതായത് ചില കണ്ടീഷൻസ് മുഖേന കുറേ കാലം ഇന്ത്യയിൽ ജീവിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാച്ചുറലൈസേഷൻ എന്ന പ്രൊസീജിയറിലൂടെ അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഈ ഒരു ഫുൾ ഏജ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ദീർഘകാലത്തെ ഒരു ഡ്യൂറേഷനിൽ ഇന്ത്യൻ താമസിച്ചു. അപ്പോൾ ഇവിടെ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ലെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട് പ്രകാരം ഏകദേശം 12 ഇയേഴ്സാണ്. അതായത് നീണ്ട 12 വർഷക്കാലം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നാച്ചുറലൈസേഷൻ മുഖേന എന്ത് ചെയ്യും? ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതാണ്. നെക്സ്റ്റ്, സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി. If any new territory becomes a part of India, the government of India shall specify the person of the territory to be citizen of India. അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ പാകിസ്ഥാൻ കൈവശം വെച്ച് അല്ലെങ്കിൽ ചൈന കൈവശം വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്തു? ഇന്ത്യ അത് പിടിച്ചെടുത്തു, ഇന്ത്യയുടെ ഭാഗമാക്കി. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമാക്കി ഇന്ത്യൻ കൺട്രിയുടെ ഭാഗമായി ആ ടെറിട്ടറി, ആ മേഖല മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെർട്ടിക്കുലർ ടെറിട്ടറിയിലുള്ള ആളുകളൊക്കെ എന്തായിരിക്കും? ഇന്ത്യൻ സിറ്റിസനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് മുമ്പ് ചിലപ്പം സ്വാഭാവികമായിട്ടും അവർ ചൈനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും റൂൾസും റെഗുലേഷൻസൊക്കെ പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സിറ്റിസൺ ആയിരിക്കാം. പക്ഷേ അത് ഇന്ത്യ ആ ടെറിട്ടറി പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞാൽ, ഏതെങ്കിലും രൂപത്തിൽ അത് ഭാഗമാക്കിയാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളൊക്കെ ഇന്ത്യൻ സിറ്റിസനായി. അതാണ് സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് അറ്റൈനിങ് അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. അത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ വളരെ സിമ്പിളാണ്, അധികം ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. 5 മെത്തേഡുകളാണുള്ളത് അല്ലേ? ഓക്കെ, ഇനി ഇതിൽ പഠിക്കാനുള്ള നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന ഒരു പാർട്ട്. യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വി ഹാവ് മെൻഷൻഡ് ഏർലിയർ ദ ഫേറ്റ് ഓഫ് റെഫ്യൂജീസ് ഓർ ഇല്ലീഗൽ മൈഗ്രൻറ്റ്സ്. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് ദാറ്റ് ദർ ലൈഫ് ഈസ് മിസറബിൾ ആൻഡ് പതറ്റിക്. വെൻ വി തിങ്ക് ഓഫ് ദം മെനി ഇമേജസ് ഓഫ് may came to our mind. One of such may be of people from Asia, Africa by paying to the agents or smuggled into Europe or America. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, അതായത് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഏതൊരു വ്യക്തിയും ലോകത്തുള്ള ഏത് രാജ്യത്ത് പോയിട്ട് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ ആ ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്. പിന്നെ അത് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കാണ് വായിക്കുന്നത്. ഇതിൽ ഓരോ പോയിൻ്റായിട്ട് കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ്. നിങ്ങളിത് പഠിച്ചാലും മതി. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്, കാരണം ടോപ്പിക്ക് കുറച്ചുള്ളല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ആ ഒരു കൺസെപ്റ്റിനെ പറയുന്നത്, അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും അങ്ങോട്ട് അവിടുത്തെ ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആ രാജ്യത്തേക്ക് ചെന്നാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം. ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു രാജ്യത്ത് ചെന്ന് സിറ്റിസൺഷിപ്പിന് ആവശ്യപ്പെടുക എന്ന്, അതിന് കുറേ കാരണങ്ങൾ ഇന്ന് കണ്ടംപററി ആയിട്ട് വേൾഡിലുണ്ട്. അതായത് നമുക്കറിയാം, റെഫ്യൂജീസ് ഓർ ഇല്ലീഗൽ മൈഗ്രൻസ്, അഭയാർത്ഥികളായിട്ട് വരുന്നതും ഇല്ലീഗലായിട്ട് അനധികൃതമായിട്ട് അങ്ങോട്ട് കുടിയേറുന്ന ആളുകളൊക്കെ ഉണ്ട്. അതായത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇപ്പോൾ സ്മഗ്ലിങ്, കള്ളക്കടത്ത് വഴിയൊക്കെ എന്ത് ചെയ്യും, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ എത്തിപ്പെടുന്ന ആളുകളുണ്ടാവും. അതായത് ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും പല പതറ്റിക്കായിട്ടുള്ള കണ്ടീഷൻ കൊണ്ടും ഇത് സ്മഗ്ലിംഗ് ഗ്രൂപ്പിൻ്റെ കൈകളിലൊക്കെ പെട്ടിട്ട് അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും അങ്ങനെ രാജ്യങ്ങളിലൊക്കെ അവർ എത്തിപ്പെടും. അപ്പം അവർക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഏജൻറ്റുമാരൊക്കെ അവരെ കൈയൊഴിയും. സ്വാഭാവികമായിട്ടും അവർ ആ രാജ്യത്തെ ലീഗലായിട്ടുള്ള പ്രൊസീഡിങ്സ് ഒന്നിനും പെടാതെ അല്ലെങ്കിൽ അവിടുന്ന് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റായിട്ട് മാറപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പതറ്റിക്കായിട്ടുള്ള കണ്ടീഷനിൽ ഇത്തരം ആളുകൾക്ക് ഏതാണോ കൺട്രിയിൽ എത്തിച്ചേർന്ന ആ കൺട്രി പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കണം. അതാണ് ഇവിടെ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Another image may be people of displaced by war or famine, etc. That is refugees of Sudan, Palestine, Burmese, Bangladesh. അപ്പോൾ അത് ഒന്ന് ഇല്ലീഗൽ മൈഗ്രൻസ്, ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതായത് സ്മഗ്ൾഡ് ഇൻ ടു യൂറോപ്പ്, അല്ലേ, സ്മഗ്ലിംഗ് പ്രോസസ്സിന് വേണ്ടി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വന്നവരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്. മറ്റേത് റെഫ്യൂജീസ് ഇപ്പോൾ നമുക്കറിയാം, അഭയാർത്ഥികൾ. എവിടെ നിന്നൊക്കെ ഇപ്പോൾ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് നമുക്ക് നല്ലോണം പത്രങ്ങളിലൊക്കെ വായിച്ചിട്ട് മനസ്സിലാവുന്ന അതാണ്. സുഡാന് അങ്ങനെ പോലെയുള്ള ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ പാലസ്തീൻ അഭയാർത്ഥികൾ, അല്ലേ, റെഫ്യൂജീസ് വരുന്നുണ്ട്. ബർമീന്ന് പറഞ്ഞാൽ മ്യാൻമർ നമുക്കറിയാം, അല്ലേ. റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബർമയിൽ നിന്ന് വരുന്നതാണ്. മ്യാൻമർ റോഹിംഗ്യൻ അഭയാർത്ഥികളാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതലുള്ള റെഫ്യൂജി വിഭാഗമാണ് ഏത്, റോഹിംഗ്യൻ അഭയാർത്ഥികൾ. അപ്പോൾ അവർ നേരിടുന്ന പ്രോബ്ലംസൊക്കെ നമുക്ക് പത്തറ്റിക്കായിട്ടുള്ള കണ്ടീഷന് നമുക്കറിയാം. പൗരത്വം കൊടുക്കാൻ പല രാജ്യങ്ങളും വിസമ്മതിച്ചിട്ട് റെഫ്യൂജി ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ഒരവസ്ഥയാണ് ഈ റോഹിംഗ്യൻ റെഫ്യൂജീസിൻ്റെ കേസിലൊക്കെ. അതുപോലെ തന്നെ ബംഗ്ലാദേശീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്തൊക്കെ നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്താണല്ലോ ബംഗ്ലാദേശ് എന്ന രാജ്യമൊക്കെ ഉണ്ടായത്. ഇനി +2 നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ആ സമയത്ത് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ധാരാളം റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ എന്താണ്, വാറിൻ്റെ ഫലമായിട്ടുണ്ടായ റെഫ്യൂജീസാണ്, അല്ലേ. ആ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കെടുതികൾ കൊണ്ടും രാജ്യം വിട്ടെറിഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത വ്യക്തികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കണ്ടീഷനിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്, സിറ്റിസൺഷിപ്പ് കൊടുക്കണം. ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്. ഓക്കെ, we usually think that full membership of the state is only solution to hard-working problem, അല്ലേ. ഈ ഒരു സിറ്റുവേഷന്, അതായത് ഇവർ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ മറികടക്കാനുള്ള ഏക ഒരു പോംവഴി എന്താണ്, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക. സിറ്റിസൺ should be made available to all those who ordinarily live and work in the country as well as to those who apply for citizenship. അപ്പോൾ സിറ്റിസൺഷിപ്പ് ആർക്ക് കൊടുക്കണം, ഏത് രാജ്യത്താണോ അവർ എത്തിപ്പെട്ടത്, അതുപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് ഏത് രാജ്യത്തെ പൗരന്മാരായി മാറാനാണ് അവർ അപ്ലൈ ചെയ്യുന്നത്, അല്ല അവർക്ക് ആഗ്രഹം, ആ രാജ്യം എന്ത് കൊടുക്കണം, സ്വാഭാവികമായിട്ടും അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം. മെനി സ്റ്റേറ്റ് മേ തിയററ്റിക്കലി അഗ്രി ടു ദിസ് പ്രപ്പോസൽ, ബട്ട് ഇൻ പ്രാക്ടീസ് ഈച്ച് സ്റ്റേറ്റ് ഫിക്സസ് എ ക്രൈറ്റീരിയ ഫോർ ഗ്രാൻഡ് ഓഫ് സിറ്റിസൺഷിപ്പ്, അല്ലേ.
ചില രാജ്യങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കും, പക്ഷേ ചില രാജ്യങ്ങൾ പെട്ടെന്ന് സിറ്റിസൺഷിപ്പ് കൊടുക്കൂല. പല പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലേ. അവരുടെ രാജ്യത്ത് ദ കണ്ടീഷൻ ഫോർ ഗ്രാൻഡ് ഓഫ് സിറ്റിസൺഷിപ്പ് ആർ ജനറലി റിട്ടൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോസ് ഓഫ് ദ കൺട്രി അല്ലേ. അപ്പോൾ നമുക്കറിയാം ചില പ്രൊസീജിയർ നിർദ്ദേശിച്ച, അപ്പോൾ നമ്മളെ രാജ്യത്തെ തന്നെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് സിറ്റിസൺഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് ഭരണഘടനയിൽ പറഞ്ഞ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു വ്യക്തിക്കും, പുറമേ നിന്ന് വരുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ റൂളാണ്. ഓക്കെ. State make use of their powers to keep unwanted visitors out. If no state is willing to accept them and they have no other alternative, they become stateless people or refugees. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യവും ഇതുപോലെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ആളുകൾ, അതായത് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടും റെഫ്യൂജി ആയിട്ടും വരുന്ന ആളുകൾ അവർ എന്താ പറയുക, സ്റ്റേറ്റ്ലെസ് പീപ്പിളായി മാറും. അതായത് പൗരത്വമില്ലാത്ത ആളുകളായി മാറും. ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ ക്യാമ്പ് അറ്റ് ദ മേഴ്സി ഓഫ് അതേഴ്സ് ആസ് ഇല്ലീഗൽ മൈഗ്രൻസ്. അങ്ങനെയുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും എവിടെ വരുന്നത്? ഈ ക്യാമ്പുകളിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് വരുന്നവരാണ് ക്യാമ്പുകളിൽ താമസിക്കുന്നത് അല്ലേ. ക്യാമ്പുകൾ അവർക്ക് ദേ കനോട്ട് വർക്ക് ടു എഡ്യൂക്കേറ്റ് ദെയർ ചിൽഡ്രൻ. അവർക്ക് അവിടെ ആ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനും അവരെ കുട്ടികളെ എഡ്യൂക്കേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ആക്ച്വലി രേഖകളിൽ എന്തായിട്ടില്ല, ആ ഒരു വ്യക്തി ആ രാജ്യത്ത്, അവർ നിൽക്കുന്ന രാജ്യത്തെ പൗരന്മാരായിട്ടില്ല. അപ്പോൾ അവർക്ക് അവിടുത്തെ കാര്യങ്ങളും ഒന്നും അവകാശപ്പെട്ടതായിരിക്കില്ല. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ പറ്റില്ല. കാരണം അവർ ഇല്ലീഗലായിട്ട് വന്നവരാണ്. അപ്പോൾ അതാണ് നമ്മൾ കേൾക്കുന്നത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ താമസിക്കുന്ന ക്യാമ്പ് അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നൊക്കെ അതുകൊണ്ടാണ്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് പൗരത്വം ലഭിക്കാത്ത ആളുകളാണ്. Considering the gravity of the issue, UN has appointed a High Commissioner for Refugees to try and help them. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അപ്പോൾ ഇവർക്ക് ഒരാളും പൗരത്വം കൊടുക്കൂല. അപ്പോൾ അവർ സിറ്റുവേഷൻ വളരെ പതറ്റിക്കായി. ആ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ്, ഈ പതറ്റിക് സിറ്റുവേഷൻ പരിഗണിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് എ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ടു ട്രൈ ആൻഡ് ഹെൽപ്പ് ദം. അതായത് റെഫ്യൂജികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു UN ഒരു ഹൈ കമ്മീഷൻ നിയമിച്ചത്. ഓക്കെ. ദ റെഫ്യൂജി പ്രോബ്ലം പോസസ് എ ഡിഫിക്കൽട്ട് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലം ഓഫ് മെനി സ്റ്റേറ്റ്. അപ്പോൾ ഈ ഹൈ കമ്മീഷൻ നിയമിച്ചിട്ട് എന്താണെന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. അത് UN ഹൈ കമ്മീഷണറെ ഒരു ഹൈ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് റെഫ്യൂജീസിന് വേണ്ടി. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഭയാർത്ഥികളായി വരുന്ന ആളുകൾ, അപ്പോൾ ഇവർക്ക് പൗരത്വ സിറ്റിസൺഷിപ്പ് കിട്ടൂലല്ലോ. അപ്പോൾ ഒരു UN ഒരു കാർഡ് കൊടുക്കും. അങ്ങനെയാണ് ശരിക്കും നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. UN അവരുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. ആ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ബേസിൽ ഇവർക്ക് ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ രാജ്യത്ത് തന്നെ എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള തൊഴിലുകൾ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് അവർ സമർപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഔദ്യോഗികമായിട്ടുള്ളൊരു റെഫ്യൂജിയാണ് എന്നുള്ള ഒരു രേഖ ഉണ്ടാവും. അതാണ് ഇവർ ഹെൽപ്പ് ചെയ്യാൻ UN കൊണ്ടുവന്ന ഒരു മാർഗം. അല്ലാതെ ഈ ഒരു കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് അപ്പോൾ ശരിക്കും ഇവർ അനധികൃതമായിട്ടുള്ളൊരു അഭയാർത്ഥികളാണെന്നുള്ളൊരു കൺസെപ്റ്റ് വരും, ജയിലിലേക്ക് അടക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പം പൗരത്വം കൊടുക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഇവർ ഹെൽപ്പ് ചെയ്യാൻ UN കൊണ്ടുവന്ന ഒരു പ്രൊസീജിയറാണത്. ഓക്കെ. ഇനി നമുക്കറിയാം ഈ അഭയാർത്ഥികളല്ല അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിന് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് വന്ന രാജ്യത്ത് ശരിക്കും ഇൻറ്റേർണലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ. ഇന്ത്യ പ്രൊവൈഡഡ് റെഫ്യൂജീസ് ടു പെർസിക്യൂട്ടഡ് ദ പീപ്പിൾ വെൻ ഇറ്റ് ഡിഡ് വിത്ത് ദലൈ ലാമ ആൻഡ് ഇറ്റ് ഫോളോവേഴ്സ് ഇൻ 1958. അപ്പം ഇന്ത്യയിലേക്ക് ഇതുപോലെ അഭയാർത്ഥികളായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം
ദലൈലാമ തിബറ്റൻ്റെ ആത്മീയ നേതാവാണ് ദലൈലാമ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം 1958 തിബറ്റ് എന്ന രാജ്യത്ത് ചൈന അധിനിവേശം നടത്തിയ സമയത്ത് ബുദ്ധിസ്റ്റ് മതവിഭാഗക്കാരാണ് തിബറ്റിലുണ്ടായിരുന്നത്. ബുദ്ധമതത്തിൻ്റെ ആത്മീയ നേതാവാണ് ദലൈലാമ. അപ്പം അവിടെ ചൈന അധിനിവേശം നടത്തി അവരുടെ അധികാരം ഉറപ്പിക്കാൻ ചെന്നപ്പോൾ ദലൈലാമ അവരുടെ അനുയായികളും തിബറ്റ് വിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചു. ഇന്ത്യ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തു, അവരെ സ്വീകരിച്ചു. അപ്പോൾ ഇത് 1958 ഉണ്ടായ ഒരു എക്സാമ്പിളാണ്. അങ്ങനെ ഇന്ത്യയിൽ അഭയം കൊടുത്തു, ഇന്ത്യൻ പൗരത്വമൊക്കെ അവർക്ക് കൊടുത്തു. അത് 1958 ഉണ്ടായത്. Entry of the people from neighboring countries had taken place along the Indian borders of many occasions and the process continues. ഇപ്പം നമുക്കറിയാം, ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, ദലൈലാമ ഇന്ത്യയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആസാം, അതുപോലെ തന്നെ ത്രിപുര പോലെയുള്ള ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ഇതുപോലെ കുറേ ഇല്ലീഗലായിട്ടുള്ള റെഫ്യൂജീസ് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ വന്ന കുറേ മൈഗ്രൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോപ്പുലേഷൻ കൂടി. ആ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കലായിട്ട് വളരെയധികം ക്രൈസിസ് അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ്. കാരണം അവിടെ കുറേ ഗോത്രവർഗ്ഗക്കാരും പിന്നെ ഈ സീസണിൻ്റെ, അതായത് കാലാവസ്ഥയായിട്ട് ഭയങ്കര പ്രശ്നമുള്ളൊക്കെ ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ തന്നെ തൊഴിലിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ റെഫ്യൂജികളൊക്കെ ആ സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് അവിടെ ഇൻറ്റേർണലായിട്ടുള്ള പ്രോബ്ലംസ് വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ആസാമിലാണ് ആദ്യം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ലും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റൊക്കെ നടപ്പാക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഈ ആസാം എന്ന് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറമേ നിന്ന് വന്നത്. അപ്പം ഇന്ത്യ അങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട് കുറേ നെയ്ബറിങ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് വന്ന ആളുകളെ. ഇനി സച്ച് പ്രോബ്ലംസ് പോസ് എ ഗ്രേറ്റ് ചലഞ്ച് വിത്ത് ദ പ്രോമിസ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇങ്ങനെ ആളുകളെ അമിതമായിട്ടൊരു രാജ്യം ഉൾക്കൊണ്ടാൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങളും ചലഞ്ചൊക്കെ ഉണ്ടാവും. കാരണം ഒരു ഇന്ത്യനെ സംബന്ധിച്ച് ശരിക്കും ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. ഒരു വികസന രാഷ്ട്രമാണ് അല്ലേ. അപ്പോൾ സാമ്പത്തികമായിട്ട് വികസിച്ച് കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. ഇന്ത്യയിൽ തന്നെ അവിടെയുള്ള പോപ്പുലേഷൻ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പുറമേ നിന്ന് നിങ്ങളെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോപ്പുലേഷന് വളരെയധികം കൂടും, ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. അങ്ങനെ കുറേ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതാണ് അവിടെ ചലഞ്ചാണെന്ന് പറയാൻ കാരണം. It is true that right and identity of citizens should be made available to all those who live in the contemporary world. Many people find it difficult to achieve citizenship of a state of their choice. If it is so, no alternative identity exists for them. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് കുറേ പ്രോബ്ലംസ് അവിടെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും സിറ്റിസൺഷിപ്പ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളത് ഈ കണ്ടംപററി ആയിട്ടുള്ള വേൾഡിൻ്റെ ആവശ്യമാണ്. കാരണം ഒരു രാജ്യവും ഈ ഒരു നയം സ്വീകരിച്ചില്ലെങ്കിൽ, ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ എന്തായിരിക്കും, അവർക്കൊന്നും ചെയ്യാനില്ല. അവർ മൊത്തം ഒരു അഭയാർത്ഥി വിഭാഗം അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ഉള്ളൊരു വിഭാഗമായിട്ട് ക്യാമ്പുകളിൽ കഴിയേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ലോകത്ത് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്, അവർ പോയിൻ്റ് വൈസായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കുന്ന ഈ നോട്ടിൽ. അപ്പോൾ നിങ്ങൾ അത് വായിച്ചാലും മതി. മനസ്സിലായല്ലോ. അപ്പോൾ അത് വായിക്കുന്നതിൻ്റെ മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ ആ പാർട്ടൊന്ന് മൊത്തത്തിൽ വായിച്ചിട്ട് അത് ഷോർട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്ത് വായിച്ചാൽ മതി. എന്നാലും ഒന്നും കൂടെ ഐഡിയ കിട്ടും. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് ഇതിൽ വരുന്നത് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന ഒരു കൺസെപ്റ്റാണ്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് അത് പേജ് നമ്പർ 247 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. The concept of global citizenship is an imaginary one. അപ്പോൾ അത് ആദ്യത്തിന് പറയുന്നത് എന്താണ്, ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്.
നോട്ട് ഓൾ കൺട്രീസ് ഹാവ് റെക്കഗ്നൈസ്ഡ് ദിസ് കൺസെപ്റ്റ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു കൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. സ്റ്റിൽ വി ഫൈൻഡ് സെവറൽ ഇൻസ്റ്റൻസ് ദാറ്റ് സ്ട്രെങ്തൻ ദിസ് കൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ അറൗണ്ട് ദ വേൾഡ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് അല്ലേ. ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് അതിനെ പറയുന്നതാണ് ഈ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഒരു വ്യക്തി ഒരു രാജ്യത്ത് പോയി താമസിക്കലല്ല ഇവിടെ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ രാജ്യങ്ങളും പരസ്പരം അറിയുക. എന്തിലൂടെ? ത്രൂ TV, ഇൻ്റർനെറ്റ്, ഫോണ്, ആ രൂപത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിലൂടെ അറിയുക. അതുപോലെ തന്നെ ആ പ്രോബ്ലംസ് അങ്ങനെ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രോബ്ലംസ് മറ്റ് രാജ്യങ്ങൾ അറിയുക, ആ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെ ഏത് കോർണറിലും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, അത് വിറ്റഴിക്കാനുള്ള ഒരു ഇടം നോക്കുക അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക, ഇന്ത്യയിലെ ഒരു മാർക്കറ്റിൽ ഒരു വലിയ മാർക്കറ്റിൽ അത് അവൈലബിൾ ആകുന്നൊരു സിറ്റുവേഷൻ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ഒരു അവൈലബിലിറ്റി, ആ ഒരു ലോകം ആ തരത്തിലേക്ക് മാറുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലേക്ക് മാറുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അതിനെന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് അങ്ങനെ കൺസെപ്റ്റ് വരുന്നതെന്ന് എന്ന് വെച്ചാൽ വി ഹാവ് ഇൻ്റർ കണക്ടിവിറ്റി ദ വേൾഡ് ത്രൂ ഇൻ്റർനെറ്റ്, TV, സെൽഫോൺ ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഇറ്റ് ഹാസ് എൻഹാൻസ്ഡ് ദ ഇൻ്റർഡിപ്പെൻഡൻസ് എമോങ് നാഷൻസ് അല്ലേ. ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എന്താവും, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാവും. നാച്ചുറൽ ബൗണ്ടറി സീംസ് ടു ഹാവ് മച്ച് ലെസ് റെലവൻസ് ടുഡേ അല്ലേ. അപ്പം അങ്ങനെയാകുന്ന സമയത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം ആ അതിർത്തികൾ നാച്ചുറലായിട്ടുള്ള ബൗണ്ടറീസൊക്കെ അതിനൊരു റെലവൻസ് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞു വരും. കാരണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയുന്നുണ്ട്, അവിടെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആകുന്നുണ്ട്, ഇവിടുത്തെ പ്രൊഡക്റ്റ് അവിടെ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ നാച്ചുറൽ ബൗണ്ടറി എന്നുള്ള കൺസെപ്റ്റ് ഒരു ഇറലവൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റായിട്ട് മാറും. ദ ഐഡിയ ഓഫ് സോൾവിങ് ഇൻ്റർനാഷണൽ ഇഷ്യൂ ത്രൂ കോർപ്പറേഷൻ ആൻഡ് ഡിസ്കഷൻ സ്ട്രെങ്തൻസ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാലസ്തീനിലെ പ്രശ്നം ലോകം ഏറ്റെടുത്ത് അതിനെതിരെ പ്രതികരിക്കുന്നു അല്ലേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ലോകം അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻ്റർനെറ്റും അതുപോലെ TV അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ടായതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഈ ഒരു ഇഷ്യൂ അറിയുന്ന അതിൽ ഇടപെടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ മൈഗ്രേഷൻ, ഗ്ലോബൽ ടെററിസം എക്സെട്രാ എക്സാം. അപ്പോൾ ഇതുപോലെ ഈ മൈഗ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഗ്ലോബൽ ടെററിസം, തീവ്രവാദ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഒരു രാജ്യം അനുഭവിക്കുന്ന പ്രോബ്ലം മറ്റു രാജ്യങ്ങൾ അറിയാനും അതിനെതിരെയൊക്കെ പ്രതികരിക്കാനും. ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏത് രാജ്യമാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഒറ്റപ്പെടുത്താനൊക്കെ എന്ത് ചെയ്യും, ഈ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യും, സഹായിക്കും. അപ്പോൾ ഇതെന്താണ്, ഇത് ഒരു വ്യക്തി ഒരു രാജ്യത്ത് പോയി താമസിക്കലാണോ? അല്ല. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് ഉദ്ദേശിച്ച അല്ല. ഒരു രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവിടെ നടക്കുന്ന ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റ് രാജ്യം അറിയുക, അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഈ രാജ്യത്ത് തന്നെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആകുക, ഇതുപോലെ ഈ രാജ്യത്തുള്ള മറ്റു രാജ്യങ്ങളിലും അവൈലബിൾ ആക്കുക, കാര്യങ്ങൾ അറിയുക, ഇൻ്റർനാഷണൽ പ്രോബ്ലംസിൽ ഇടപെടുക, പരസ്പരം ഡിസ്കഷൻ നടത്തുക, പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇതിന് തയ്യാറാവാത്ത രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം, ചൈന, ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ നമുക്കറിയാം. അവിടെ നടക്കുന്ന ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അവിടെ ആയുധശേഖരണം, പിന്നെ ആയുധശേഖരണമൊന്നും മിക്കവാറും രാജ്യങ്ങളൊന്നും പുറത്തു വിടൂല. എങ്കിൽ കൂടിയിട്ടും അവിടെ എന്താണ് ഇൻറ്റേർണലായിട്ട് നടക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത
അതിന് ഭയങ്കര കടുംപിടുത്തുള്ള രാജ്യങ്ങളുണ്ട്. എക്സാമ്പിൾ ഉത്തര കൊറിയയും ചൈന. ഇപ്പോൾ നമുക്കറിയാം ഉത്തര കൊറിയത്തെ പ്രസിഡൻറ്റിനെ കുറേ കാലം കാണാനില്ല എന്നുള്ള, കുറേ കാലം ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളിലൊന്നും അവരെ കാണാനില്ല. അവരെവിടെയാണ് പോയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ മാധ്യമങ്ങൾക്ക് തന്നെ അറിയില്ല. അത് അവർ ഒരു ഇൻറ്റേർണലായിട്ടുള്ള സെക്യൂരിറ്റീൻ്റെ ഭാഗമാണ്, അവരുടെ കാര്യങ്ങളൊന്നും പുറത്തു വിടാതിരിക്കുക. അപ്പം അവരൊക്കെ ഈ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള കൺസെപ്റ്റിനെ കുറച്ചൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം അത് അവരുടെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം കൂടെ ആയതുകൊണ്ടാണ് അതങ്ങനെ അവർ പറയാത്തത്. മനസ്സിലായില്ല? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ ടോപ്പിക്ക്. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. എക്സാം വരുന്നുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ഒരു 3-4 ചാപ്റ്ററും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വേഗം നമുക്ക് എടുത്തു പോകണം. എന്നാലേ പരീക്ഷ ആകുമ്പോഴത്തേനും നമുക്കൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും.